നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും 20 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയായ അസിസ്റ്റന്റ് മാനേജർ ധന്യ മോഹന കുഴൽപ്പണ സംഘവുമായി ബന്ധമെന്ന സൂചന. ഭർത്താവിന്റെ NRI അക്കൗണ്ടിലേക്ക് പണം കൈമാറാൻ കുഴൽപ്പണ സംഘങ്ങളുടെ സഹായം ലഭിച്ചു എന്നാണ് വിവരം. 8 അക്കൗണ്ടുകളിലേക്ക് ധന്യ പണം മാറ്റി എന്നാണ് കണ്ടെത്തൽ. ഇതോടെ കേസിൽ കൂടുതൽ പേരുടെ പങ്ക് അന്വേഷിക്കും. ധന്യയുടെ പേരിൽ മാത്രം 5 ബാങ്ക് അക്കൗണ്ടുകൾ നിലവിലുണ്ട്. ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകി. ധന്യയുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും. മലപ്പുറം കോംടെക്കിൽ കഴിഞ്ഞ 18 വർഷമായി ജീവനക്കാരിയായ ധന്യ മോഹൻ കഴിഞ്ഞ 5 വർഷത്തിനിടെയാണ് 20 കോടി രൂപ തട്ടിയെടുത്തത്. തട്ടിയെടുത്ത തുക ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയിരുന്നു. ആഡംബരത്തിനും ദൂർത്തിനുമായാണ് ധന്യ ഈ പണം ഉപയോഗിച്ചിരുന്നത്. 6 ആഡംബര കാറുകളാണ് ധന്യയുടെ പേരിലുള്ളത്. ധന്യ ഓൺലൈൻ റമ്മി കളിക്ക് അടിമയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 6 കോടി രൂപയുടെ ഓൺലൈൻ റമ്മി കളിയുടെ ഇടപാടിന്റെ വിവരങ്ങൾ ഇൻകം ടാക്സ് തേടിയിരുന്നു. എന്നാൽ ധന്യ വിവരം നൽകിയിരുന്നില്ല. കസ്റ്റഡിയിലുള്ള ധന്യയെ ഇന്ന് വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. ധന്യ കീഴടങ്ങിയെങ്കിലും ഭർത്താവ് ഒളിവിലാണ്. ഇന്നലെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ധന്യ കീഴടങ്ങിയത്. തൃശൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 20 കോടി തട്ടിയെടുത്തു എന്ന കേസിലാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ധന്യ കീഴടങ്ങിയത്. അതേസമയം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് തന്റെ ബാഗ് മുഴുവൻ കാശാണെന്നും നിങ്ങൾ വന്ന് എടുത്തോളൂ എന്നുമാണ് മറുപടി നൽകിയത്. 5 സെന്റ് സ്ഥലം ചന്ദ്രനിൽ വാങ്ങിച്ചിട്ടുണ്ട് എന്നും ധന്യ പറഞ്ഞു. ഭർത്താവിന്റെ NRI അക്കൗണ്ടുകളിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയതായും സംശയമുണ്ട്. അക്കൗണ്ടുകളിലുള്ള പണം സ്വത്തുക്കളും മരവിപ്പിക്കാൻ നടപടി തുടങ്ങി. ഈ തട്ടിപ്പിൽ കൂടുതൽ കൂട്ടാളികൾ ഉണ്ടോ എന്നും അന്വേഷിക്കും. ധന്യയെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. 18 വർഷമായി മലപ്പുറം ഫിനാൻസിന്റെ കീഴിൽ കോംടെക് ആൻഡ് കൺസൾട്ടൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ടെക് ലീഡായി ജോലി ചെയ്തു വരികയായിരുന്നു ധന്യ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്ന പേരിൽ വ്യാജ അക്കൗണ്ടിലേക്കാണ് യുവതി പണം മാറ്റിയത്. കുടുംബങ്ങളുടെ അക്കൗണ്ടുകളിലേക്കായിരുന്നു ധന്യ പണം മാറ്റിയിരുന്നത്. ഈ പണം ഉപയോഗിച്ച് ബന്ധുക്കളുടെയും സ്വന്തം പേരിലുമായി വീടും ഭൂമി അടക്കമുള്ള സ്വത്തുവകകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2019 മുതലാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നും അച്ഛന്റെയും സഹോദരന്റെയും അടക്കമുള്ള 5 അക്കൗണ്ടുകളിലേക്കാണ് ധന്യ പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. സംഭവത്തിൽ കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിന്റെ ആപ്ലിക്കേഷൻ ഹെഡ് സുശീൽ കൃഷ്ണകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വലപ്പാട് പോലീസ് കേസെടുത്ത് പ്രത്യേക 7 അംഗ അന്വേഷണ സംഘമാണ് രൂപീകരിച്ച അന്വേഷണം ആരംഭിച്ചത്. വലപ്പാട്ട് പോലീസ് ഇൻസ്പെക്ടർമാരാണ് അന്വേഷണ ചുമതല. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ അക്കൗണ്ട് ട്രാൻസ്ഫർ മുഖേന നടത്തിയ 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതിന് പിന്നാലെ ഒളിവിൽ പോയ ധന്യയെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിയിരുന്നു. 2019 മുതൽ നടത്തിയ തട്ടിപ്പ് 19.94 കോടിയുടെ അടുത്തു വരുമെന്നും പോലീസ് പറയുന്നു.